കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവര് ആ വീഡിയോ നീക്കണം എന്ന് പറയുന്നത്. രണ്ടാം പ്രതി അയാളുടെ പേരെന്താ? മാർട്ടിൻ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ഇറക്കിയൊരു വീഡിയോ ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. മാർട്ടിൻ കോടതിയിലൊക്കെ കരഞ്ഞത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അദ്ദേഹം അതിൽ പെട്ടുപോയതാണ്. അപ്പോൾ അതിനകത്ത് വെച്ച് കാറിൽ വെച്ച് റേപ്പ് നടന്നിട്ടില്ല, അത് ഷൂട്ട് ചെയ്തിട്ടില്ല, അത് വേറെ എവിടെ വെച്ചാണ് എന്ന് പറയുമ്പോൾ അത് വിശ്വാസയോഗ്യമാണ്. അപ്പോൾ ആ വീഡിയോ നീക്കം ചെയ്യുന്നതോടുകൂടി തെളിവുകളും ഇതെല്ലാം നഷ്ടപ്പെടുകയാണ്. നമ്മളിപ്പോൾ മാർട്ടിൻ പറഞ്ഞതുകൊണ്ടാണല്ലോ വലിയ വിഭാഗം ജനങ്ങളും ഇത് വിശ്വസിച്ചത്. ഞങ്ങൾക്കറിയാമായിരുന്നു ആദ്യമേ. അതുകൊണ്ടാണ് ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാവരും സംസാരിച്ചത്. പക്ഷേ മാർട്ടിൻ്റെ വീഡിയോ കൂടി ഇറങ്ങിയതോടുകൂടി ഞാനും പറഞ്ഞു, ഇന്നിപ്പോൾ നമ്മൾ കോടതിയിൽ പോയി കോടതിയല്ല ജയിലിൽ പോയി മാർട്ടിനെ കാണണമെന്നുണ്ട്. അത് മാത്രവുമല്ല, ഇതിനെക്കുറിച്ച് 1-2 പേരുമായിട്ട് നമുക്ക് സംസാരിക്കാനുണ്ട്. സംസാരിച്ചതിന് ശേഷം മേൽക്കോടതിയിലോട്ട് നമുക്കും പോകാൻ പറ്റും. മനസ്സിലായില്ലേ? ഈ അതിജീവിതം ഉൾപ്പെടെയുള്ളവർ ഇതിൽ പ്രതികളായി ജയിലിൽ പോകുമെന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അതാദ്യം മനസ്സിലാക്കണം. മാർട്ടിൻ പറഞ്ഞ രീതിക്ക് അദ്ദേഹം നിരപരാധിയാണ്. ഇവരൊക്കെ നിരപരാധികളാണ്. ഇതിൽ പൾസർസൂരി മാത്രമാണ് തെറ്റുകാരനെന്ന് ഇനി പറയാം. അത് ഇവരൊക്കെ അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്തൊരു സംഭവമാണെങ്കിൽ ഒന്നാലോചിക്കണം. പ്രതികൾ ആരൊക്കെയാണ്? മറ്റുള്ളവരെ പ്രതികളാവും. ഇപ്പോൾ വാദി എന്ന് പറയുന്നവർ പ്രതിയാവും. അതാണ് അവിടെ നടക്കാൻ പോകുന്നത്. കൂടുതൽ എന്തായാലും നമുക്ക് പടം കണ്ടിട്ട് വന്ന് വിശദമായിട്ട് പറയാം. അതെ രാഹുൽ ഈശ്വറിനെ ഒരു സൈബർ കേസ് എന്ന് പറയുമ്പോൾ ശേഷം ജാമ്യം കൊടുത്തുവിടാവുന്ന കേസ്. പക്ഷേ അദ്ദേഹത്തെ 16 ദിവസമാണ് ജയിലിലിട്ടത്. ഇനി റിമാൻഡ് ചെയ്താൽ പോലും 4 ദിവസത്തിനകം ജാമ്യം കൊടുക്കാം, 4ാമത്തെ ദിവസം കൊടുക്കാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ 16 ദിവസം ഒരു നിരപരാധിയെ പിടിച്ച് ജയിലിലിട്ടു എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വ്യാജ പരാതിയുമായിട്ട് വരുന്ന സ്ത്രീകൾക്കെതിരെ ഒരക്ഷരം സംസാരിക്കരുത്, വായടച്ചോളണം. പുരുഷന്മാരെല്ലാവരും വായടച്ച് സംസാരിക്കാൻ പാടില്ല എന്നാണ്. ഇവിടെ വലിയൊരു വിഭാഗം സ്ത്രീകൾ ഉൾപ്പെടെ ദിലീപിനെയും ഈ രാഹുൽ ഈശ്വറിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ. പക്ഷേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മറുഭാഗം നിൽക്കുന്ന പെണ്ണും തെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം പരസ്പര സമൂഹത്തോട് കൂടിയിട്ട് ആർക്കും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് സുപ്രീം കോടതി പറയുമ്പോൾ സുപ്രീം കോടതി ഓർഡർ വരെ ധിക്കരിക്കുന്ന ഒരു നടപടിയിലോട്ടാണ് പോകുന്നത്. അത് ശരിയല്ല. അതുപോലെ തന്നെ ഓരോരുത്തരെയും വായടപ്പിക്കാം, ജയിലിലാക്കി കളയാമെന്ന് പറഞ്ഞാൽ ജയിലും പോലീസ് സ്റ്റേഷൻ നമുക്കും പേടിയൊന്നുമില്ല. നമ്മൾ കൃത്യമായിട്ടും അങ്ങനെ പോകേണ്ടി വന്നാൽ പോയിട്ട് അന്തസ്സായിട്ട് രാഹുൽ ഈശ്വറിന് നമ്മളെ പൂമാലയിട്ട് സ്വീകരിച്ചു. ജയിലിൽ കണ്ടില്ലേ, അവിടെ നല്ല ആരവത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം നമ്മൾ പുറത്തിറങ്ങി. അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും വ്യാജപരാതിയുടെ പേരിൽ ആരെങ്കിലും ജയിലിൽ പോയാൽ തീർച്ചയായിട്ടും അത് ആഡംബരത്തിൽ അവരെ സ്വീകരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നിയമങ്ങളോടൊക്കെ എന്താ പറയുക? ഇങ്ങനെയുള്ള ഈ നിയമങ്ങളോടൊക്കെ എന്താ പറയുക? പുരുഷന്മാർക്കൊരു നിയമങ്ങൾ കാലത്തിനനുസരിച്ച് മാറേണ്ടത് തന്നെയാണ്. കാരണം അതിനൊരു വലിയൊരു പ്രശ്നമുണ്ട്. സ്ത്രീകൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്നു. അവർക്ക് എന്ത് വേണോ പറയാം. ഇപ്പോൾ ഈ കോടതി ദിലീപിന് അനുകൂലമായിട്ടൊരു ജഡ്ജ്മെന്റ് വന്നപ്പോൾ ഇവർ കോടതിയെ ധിക്കരിക്കുകയാണ്, കോടതിയെ അധിക്ഷേപിക്കുകയാണ്. അപ്പം കോടതിക്കെതിരെ നടപടി ഇങ്ങനെ പറയുമ്പോൾ നടപടി എടുക്കാം, പക്ഷേ എടുക്കുന്നില്ല. ഇത് പുരുഷന്മാരാണ് പറഞ്ഞെങ്കിലും തീർച്ചയായിട്ടും അവർക്കെതിരെ കേസായാൽ ഇതിനു മുന്നേ ജയിലിൽ പോയാൽ. പക്ഷെ അതൊക്കെ മാറണം. കാലത്തിനനുസരിച്ച് നിയമം മാറി വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്റെ നിലപാട് ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ഫെമിനിസ്റ്റുകൾ ഇറക്കിയതായിരിക്കണം ഈ സ്ത്രീയെ. അതിൽ കൂടി അവർക്കൊന്നും വൈറലാവാമല്ലോ, മനസ്സിലായില്ലേ? അല്ലാതെ അതിൽ വേറൊന്നുമില്ല. ദിലീപിന്റെ പടം വർഷങ്ങൾക്ക് മുൻപേ ഉള്ള വിജയിച്ച സൂപ്പർ ഹിറ്റായിട്ടുള്ള പടമാണ് അവിടെ ബസ്സിലെടുത്തിട്ടത്. KSRTC ബസ് അവരുടെ തറവാട് സാധനമല്ല, അത് പൊതുഗതാഗത വകുപ്പാണ്. അവിടുന്ന് എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യം, പിന്നെ തുല്യാവകാശമുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു പടം ഇട്ടിട്ടുണ്ടെങ്കിൽ നിർത്താൻ പറയാനോ ഓർഡർ ചെയ്യാനോ അത് ഞങ്ങളവിടെ അത് വേണമായിരുന്നു. ഞങ്ങളുണ്ടായിരുന്നെങ്കിൽ ശക്തമായിട്ട് ആ പടം ഇട്ടിട്ട് ഈ സ്ത്രീ അവിടെ നിന്ന് ഇറക്കുന്നുണ്ട്. ആ സ്ത്രീ അവിടെ നിന്ന് ഇറക്കി വിടേണ്ടതാണ്. അവർക്ക് അത് ഇരിക്കാൻ താല്പര്യമില്ല, അവരെ ഇറക്കി വിടണം. അവർക്കത് ഓഫ് ചെയ്യാനുള്ള അങ്ങനെ പറയാനുള്ള ലൈസൻസ് ഇല്ല. കാര്യം ഒരാൾ പറഞ്ഞു വിടുമ്പോൾ കുറച്ച് ആണുങ്ങളും പറയും. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് പാവാടകളാണല്ലോ. ഒരു പെണ്ണെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യും. അതിൽ ന്യായമുണ്ടോ, സത്യമുണ്ടോ, നീതിയുണ്ടോ? നമ്മുടെ സത്യത്തിന് നീതിക്കും വേണ്ടി വേണം സംസാരിക്കാൻ. എവിടെയായാലും എന്തിനു വേണ്ടിയിട്ടായാലും അത് വളരെ മോശമാണ്. ഇങ്ങനെയുള്ളത് അനുവദിക്കാൻ പാടില്ല. ഈ ദിലീപേട്ടനും ലാൽസാറും സ്ത്രീകളെന്നെ പറയേണ്ടത് ദിലീപേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ ലാൽസാർ ഇതിനൊരു കലയായിട്ട് തന്നെ കണ്ടു. ഒരു എന്റർടൈൻമെന്റ് മേഖലയല്ലേ? സ്ത്രീകൾ തന്നെ വലിയൊരു വിഭാഗം സപ്പോർട്ട് ചെയ്യല്ലേ?
ബഹുഭൂരിപക്ഷം സ്ത്രീകളും ദിലീപിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ എന്താണ് അതിൽ പ്രശ്നം? അതെ, അതെ, അതെ. ഇപ്പൊ മോഹൻലാൽ അദ്ദേഹത്തിനോട് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? കലാകാരന്മാരില്ലേ, അവരെത്ര വർഷമായിട്ട് ഫീൽഡിൽ നിൽക്കുന്നവരില്ലേ? അവരെ കലയായിട്ട് പിന്നെ കലയായിട്ട് കാണണം. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതിനെ പരാജയപ്പെടുത്തി കളയും. മോഹൻലാൽ ചെയ്ത് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ അഭിനയിക്കും, ഇപ്പം മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കും. ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ വേഷം എന്ന് പറഞ്ഞാൽ മമ്മൂക്കയ്ക്കും ചെയ്യാം, ലാലേട്ടനും ചെയ്യാവുന്നതാണ്. അത് ലാലേട്ടൻ ചെയ്തത് എന്താ കുഴപ്പം? ദിലീപേട്ടനെ സ്ത്രീകളെ പറയുന്ന കാലത്ത് സ്ത്രീകൾ എന്തായാലും ദിലീപേട്ടനെ പൊരുത്തം അത്രയും സിനിമയിൽ കാണുന്നില്ല എന്ന് പറയാം. അതിപ്പോ ഈ പടം ഹിറ്റാവുമല്ലോ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഇഷ്ടം മുതലേ ഫാമിലീസും കാരണം പ്രായമുള്ള അച്ഛനമ്മമാരും എല്ലാവരും സ്ത്രീകൾ ഉൾപ്പെടെ തന്നെ ദിലീപേട്ടനെ കാണാനും ഫോട്ടോ എടുക്കാനും വിശേഷങ്ങൾ അറിയാനും കൂടിയിട്ടാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സമയത്ത് ഇപ്പോഴും ദിലീപേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർ ഇപ്പം തന്നെയാണ്. അതിനെപ്പറ്റി ചേട്ടൻ എങ്ങനെയാണ്? ഇവിടെ വലിയൊരു വിഭാഗം സ്ത്രീകൾ ജനപ്രിയ നടനായിട്ട് അംഗീകരിച്ചത് വെറുതെ അല്ല. അദ്ദേഹം ഇത്രയും വർഷമായിട്ട് നമ്മളെ ചിരിപ്പിച്ചും രസിപ്പിച്ചും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് അദ്ദേഹം ഏറ്റവും കൂടുതൽ എന്താ പറയുക, സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറിനും മേളിൽ വളർന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതിയുമായിട്ട് വരുന്നത്. അത് എപ്പോഴാണ് വന്നത്? ഈ കേസ് FIR വരെ ക്ലോസ് ചെയ്തപ്പോഴാണ് അടുത്ത് ഒന്നാം പ്രതിയെ കൊണ്ട് പറയിച്ചത്, ഒരു ലെറ്റർ എഴുതി വിട്ടത്. മനസ്സിലായില്ല? അതിൽ തന്നെ ഉടായിക്കൊണ്ട് ഇപ്പോൾ മാർട്ടിൻ്റെ വീഡിയോയിൽ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ആ വീഡിയോ ഒഴിവാക്കണമെന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിജീവിത എന്തിനു വേണ്ടിയിട്ടാണ്? സത്യം മറയ്ക്കാൻ അല്ലേ? സത്യം മറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ നമ്മളിപ്പോൾ ഈ ഫിലിം വിജയിക്കുന്നതോട് കൂടിയിട്ട് എല്ലാം പൊടിച്ചെടുക്കും. ബബ്ബ എന്ന് പറഞ്ഞ സിനിമ ശരിക്കും ദിലീപേട്ടനെ ഇഷ്ടപ്പെടുന്ന കുടുംബ പ്രേക്ഷകർക്കുള്ള സിനിമ തന്നെയാണ്. സംശയമല്ലേ? ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ കണ്ട് ഇറങ്ങിയതിന് ശേഷം ഞാൻ കൂടുതൽ വിവരം പറയും. ഓക്കെ.